തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വർഗീയ വിദ്വേഷം പടർത്തുന്ന രീതിയിൽ അനൗൺസ്മെന്റ് നടത്തിയെന്ന പരാതിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി.പി. രാമകൃഷ്ണന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. UDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടറാണ് നോട്ടീസ് അയച്ചത്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം നടന്നുവെന്ന പ്രാഥമിക കണ്ടെത്തലിനെ തുടർന്നാണ് ഈയൊരു നടപടി. സ്ഥാനാർത്ഥി നൽകുന്ന വിശദീകരണം പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പേരാമ്പ്ര മണ്ഡലത്തെ ഇളക്കിമറിച്ച അനൗൺസ്മെന്റ് വിവാദം ഇതോടെ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ഗൗമിലെ, അതായത് നമ്മുടെ സമുദായത്തിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകൾ കയറി പറയുന്നു എന്നതായിരുന്നു വിവാദമായ റെക്കോർഡിംഗിലെ ഉള്ളടക്കം. ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചും അവഹേളിച്ചും വോട്ട് പിടിക്കാനുള്ള LDF നീക്കമാണിതെന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ ആരോപിച്ചിരുന്നു. അനൗൺസ്മെന്റ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ, മൈക്ക്, പെർമിഷൻ രേഖകൾ, ഓഡിയോ ക്ലിപ്പ് എന്നിവ സഹിതമാണ് UDF ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. നടുവണ്ണൂരിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇത് റെക്കോർഡ് ചെയ്തതെന്നും CPM നേതാവിന്റെ ശബ്ദമാണ് ഇതിലുള്ളതെന്നും UDF ആരോപിക്കുന്നുണ്ട്. ആവള്ളയിലെ മുണ്ടക്കണ്ടി സലീൽ എന്ന വ്യക്തി ഈ പ്രചരണ വാഹനത്തെ പിന്തുടർന്ന് തെളിവുകൾ ശേഖരിച്ചതോടെയാണ് ഗൂഢാലോചന പുറത്തായത്. ആദ്യഘട്ടത്തിൽ വാഹനം LDFന്റേതല്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ CPM ശ്രമിച്ചെങ്കിലും ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നതോടെ പാർട്ടി പ്രതിരോധത്തിലായി. പ്രചരണത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നായിരുന്നു ടി.പി. രാമകൃഷ്ണന്റെ പ്രതികരണം. എന്നാൽ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് സമാനമായ വർഗീയ കാർഡാണ് പേരാമ്പ്രയിലും CPM ഇറക്കുന്നതെന്ന് UDF ആരോപിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിലുണ്ടായ കനത്ത തിരിച്ചടി CPMനെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ നിന്ന് 19,085 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരുന്നു. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10-ൽ 6 പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തതും LDF ക്യാമ്പിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ 8,000-ലേറെ വോട്ടിന്റെ മുൻതൂക്കം UDFനുള്ള സാഹചര്യത്തിൽ മതപരമായ ചേരിതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പരാതിയിൽ കേസെടുക്കാൻ പോലീസ് മടിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന് ഫാത്തിമ തഹ്ലിയ ആരോപിച്ചു. നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്നും അവർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് വന്നതോടെ പേരാമ്പ്രയിൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പോര് കടുക്കും എന്നതിൽ സംശയമില്ല. മണ്ഡലത്തിലെ മതനിരപേക്ഷ മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കത്തെ ജനങ്ങൾ നേരിടുമെന്ന് UDF നിയോജക മണ്ഡലം ചെയർമാൻ K. ബാലനാരായൺ പറഞ്ഞു. CPMന്റെ കുത്തക സീറ്റായ പേരാമ്പ്രയിൽ ഇത്തവണത്തെ ഫലം പ്രവചനാതീതമായി മാറുകയാണ്.